വളരെ വ്യക്തമായിട്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം അതിനെ അക്കമിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതൊരു വീട്ടുപേരല്ല. ആ സ്ഥലപ്പേരിൽ പല വീടുകൾ താമസിക്കുന്നുണ്ട്, പല വീട്ടുകാരുണ്ട്, അത് പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട്. അവരെ ആ കാര്യം പഠിക്കാതെയാണ്, മനസ്സിലാക്കാതെയാണ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചത്. ആക്ഷേപത്തിൻ്റെ പൊള്ളത്തരം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുൻപിൽ, ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട വീട്ടുപേരല്ല, ഇതൊരു സ്ഥലപ്പേരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യമാകുന്ന അടിസ്ഥാനത്തിൽ ഈ ആക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം. അതിൻ്റെ നിഷ്പക്ഷത ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മുൻപിൽ ആ കാര്യങ്ങൾ ഇന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഫെയർനെസ് അവരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ റെഫറിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പാകുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ പോരാട്ടങ്ങളിൽ റെഫറി ആകേണ്ടത് റെഫറിക്ക് പകരം കക്ഷിയായിരുന്നു. ഈ വിഷയത്തിലുള്ള ഒരു ഹിന്ദു മുസ്ലിം വോട്ടർമാർ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാനരഹിതമായൊരു പരാമർശനമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, പ്രിയപ്പെട്ട TCT ഉൾപ്പെടെയുള്ള MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. ഈ വിമർശനം വന്നപ്പോൾ അവർ ഉന്നയിച്ചൊരു വിമർശനം പൊതുവെ വന്നൊരു കാര്യം, ഇപ്പോൾ യഥാർത്ഥ വോട്ടർമാരെയാണ് വ്യാജ വോട്ടർമാരെന്ന് പറയുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ നിങ്ങൾ നടപടി എടുക്കാനുള്ള നിയമ നടപടിക്ക് എന്തെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? അത് ദേശീയ നേതൃത്വം ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. മറ്റൊരു കാര്യം, പുതിയ ചില ദിനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിഭജന വിരുദ്ധ ദിനം എന്നുള്ള പുതിയ ദിനങ്ങൾ വരികയാണ്. അത് ഒരു RSS അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണർ അതിനു വേണ്ടി ഉത്തരവിടുന്നത്. എന്താണ് അതിൻ്റെ നിലപാട്? ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്, ദേശീയ സ്വാതന്ത്ര്യ ദിനമാണ്. ആ ദിനം ആഘോഷിക്കണമെങ്കിൽ ആ സ്വാതന്ത്ര്യ സമ്പാദനത്തിലെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം ഉണ്ടാകണം. ആ പങ്കാളിത്തമില്ലാത്ത ആളുകൾ ഇപ്പോഴും വിഭാഗീയതയും വിഘടന വാദങ്ങളും ഉയർത്തുകയാണ്. യഥാർത്ഥ ദേശീയ താല്പര്യങ്ങളെ അവർ മറികടക്കാനും മറച്ചുവെക്കാനും ശ്രമിക്കുകയാണ്. മതേതരത്വത്തിന് അവർ ഭീഷണി ഉയർത്തുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ചിന്തകൾക്ക് അവരെതിര് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാ നമ്മളെ ഗവർണർ പണി നോക്കിയാൽ പോരെ? അദ്ദേഹം രാഷ്ട്രീയം കളിക്കണ്ട. ഒരു കാര്യം കൂടി, DCC പുനഃസംഘടനയെ ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഡൽഹിയിലും നിങ്ങളെല്ലാവരും പോവുകയും ചെയ്തു. പക്ഷേ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. എപ്പോഴത്തേക്ക് തീരുമാനം ഉണ്ടാവും? എന്താ അതിനൊരു സമയമില്ല, ഇന്ന സമയം നിശ്ചയിച്ചിട്ടില്ല. ചർച്ചകൾ തക്ക സമയത്ത് പൂർത്തീകരിക്കും. അതിനോട് സമയം നിശ്ചയിച്ചിട്ടില്ല. എല്ലാ DCC-കളിലും ഒരു അഴിച്ചുപണി ഉണ്ടാവുമോ? ശക്തിപ്പെടുത്തും. നിലവിലിപ്പം ചിലരെ മാറ്റേണ്ട അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെയാ നിങ്ങൾ അഭിപ്രായപ്പെട്ടത്? അല്ല, അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും പേര് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ എന്നാണ് നിങ്ങളറിവിൽ ഏതെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് we will discuss and decide. ആ സമയത്ത് പറഞ്ഞോളൂ.